ഇന്നത്തെ വീഡിയോയിൽ ഒരു വലിയ ചിന്തയിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടാൻ ഏറ്റവും അത്യാവശ്യമായതെന്താണ്? പണമോ, കഴിവോ, നല്ല ബന്ധങ്ങളോ? ഇല്ല, ഏറ്റവും പ്രധാനം ചിന്തിക്കുന്ന രീതിയാണ്. നമ്മുടെ ചിന്താരീതിയാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ചിന്ത വലുതാക്കിയാൽ നിങ്ങളുടെ ജീവിതം താനെ വലുതാവും. നിങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു അവിശ്വാസം, അതായത് ഡിസ്ബിലീഫ്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാൻ ഇതിന് അർഹനല്ല, എൻ്റെ കയ്യിൽ കഴിവില്ല. ഇതൊക്കെ അവിശ്വാസത്തിൻ്റെ, അതായത് ഡിസ്ബിലീഫിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഈ അവിശ്വാസമാണ്. ജീവിതത്തിൽ വലുതാകണമെങ്കിൽ ആദ്യം ചെറിയ ചിന്തകളെ ഇല്ലാതാക്കണം. 2 സുഹൃത്തുക്കളെ സങ്കല്പിക്കുക. ഒന്നാമൻ: എനിക്ക് വലിയ ബിസിനസ്സുകാരനാകണം, പക്ഷേ എനിക്കതിന് കഴിയില്ലായിരിക്കും. രണ്ടാമൻ: എനിക്ക് വലിയ ബിസിനസ്സുകാരനാകണം, ഞാൻ അതിനുള്ള വഴി കണ്ടെത്തും. ആർക്കാണ് വിജയിക്കാൻ കൂടുതൽ സാധ്യത? തീർച്ചയായും രണ്ടാമത്തെ സുഹൃത്തിന്. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്ത പോസിറ്റീവാണ്. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് താനേ പരിഹാരങ്ങൾ തേടി തുടങ്ങും. രഹസ്യം 1: ഉടൻ പ്രവർത്തിക്കുക. ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. നമുക്കറിയാവുന്ന ഏറ്റവും വലിയ രഹസ്യമാണിത്. ഉടൻ പ്രവർത്തിക്കുക. ഇപ്പോഴല്ല, പിന്നെ ചെയ്യാം, ഇതിന് സമയമില്ല, നാളെ തുടങ്ങാം എന്നിങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ആ നാളെ ഒരിക്കലും വരാറില്ല. ഇതാണ് നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ്. വിജയിച്ച ആളുകൾ എപ്പോഴും ഉടൻ പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്നു തന്നെ തുടങ്ങുക. ചെറിയ ചുവടുകൾ വെച്ച് തുടങ്ങുക, പക്ഷെ തുടങ്ങണം. ബിൽ ഗേറ്റ്സോ എലോൺ മസ്കോ ഇത് പിന്നെ നോക്കാം എന്ന് കരുതിയിരുന്നെങ്കിൽ അവർ വിജയിക്കുമായിരുന്നോ? ഇല്ല. രഹസ്യം 2: ക്രിയേറ്റിവിറ്റിയെ ഉണർത്തുക. നിങ്ങളുടെ മനസ്സിൽ അനന്തമായ സൃഷ്ടികരമായ ശക്തി ഒളിഞ്ഞു കിടക്കുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴും നെഗറ്റിവിറ്റി നിറയ്ക്കുകയാണെങ്കിൽ ഈ ക്രിയേറ്റിവിറ്റി പുറത്തു വരില്ല. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കൂ, എനിക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും? നിങ്ങൾ ഈ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തനിയെ പരിഹാരങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. വലിയ ചിന്തയിലൂടെ അസാധ്യമായതിനെ സാധ്യമാക്കിയ 3 പേരുടെ കഥകൾ നമുക്ക് നോക്കാം. 1. ഡർ ആൻഡേഴ്സൺ. പരാജയം വിജയത്തിലേക്കുള്ള പാത. ഒരു ചെറിയ ഗ്രാമത്തിലെ ദരിദ്രനായ കർഷകനായിരുന്നു ഡർ ആൻഡേഴ്സൺ. വലിയ ബിസിനസ്സുകാരനാവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. എല്ലാവരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. ഇന്നുകൊണ്ടും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ ലോകത്തിന് നിങ്ങളെ തടയാൻ കഴിയില്ല. ഡർ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. പരിഹസിച്ചവരുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ കടക്ക് തീപിടിച്ചു. എല്ലാം പോയി എന്നാണ് ആളുകൾ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം തോറ്റുകൊടുത്തില്ല. ഒരു കട കുടക്കാൻ കഴിഞ്ഞെങ്കിൽ മറ്റൊന്നും തുറക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം വീണ്ടും തുടങ്ങി, വലുതായി ചിന്തിച്ചു, ഉടൻ പ്രവർത്തിച്ചു. ഇന്ന് ഡർ ആൻഡേഴ്സൺ ഷോപ്പിംഗ് മാളുകളുടെ ഒരു വലിയ ബ്രാൻഡിൻ്റെ ഉടമസ്ഥനാണ്. പരാജയപ്പെട്ടാൽ പോലും പഠിച്ച് മുന്നോട്ടു പോകുന്നവരാണ് യഥാർത്ഥ വിജയികൾ. 2. ഹൊവാർഡ് ഷൂൾസ്. സ്റ്റാർബക്സിൻ്റെ പിറവി. ദാരിദ്ര്യത്തിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു ഹൊവാർഡ് ഷൂൾസ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് ജോലി നഷ്ടപ്പെട്ടു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥ. എന്നാൽ ഹൊവാർഡിൻ്റെ ചിന്ത വലുതായിരുന്നു. സുഹൃത്തുക്കൾ സാധാരണ ജോലിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഹൊവാർഡ് പറഞ്ഞു, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാകും. പല ചെറിയ ജോലികൾ ചെയ്ത് അദ്ദേഹം പണം സ്വരൂപിച്ച് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഒരു കോഫി കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിനൊരാശയം തോന്നിയത്. കോഫി ഒരു പാനീയം മാത്രമല്ല, ആളുകൾക്ക് ഒത്തുകൂടാൻ മനോഹരമായ ഒരിടം വേണം. ആശയം ബോസ് തള്ളിക്കളഞ്ഞു. എന്നാൽ ഹൊവാർഡ് തോറ്റില്ല. അദ്ദേഹം കടം വാങ്ങി സ്വയം പണം മുടക്കി ആദ്യത്തെ സ്റ്റാർബക്സ് തുടങ്ങി. ഇന്ന് ലോകമെമ്പാടുമായി 30,000-ലധികം ഔട്ട്ലെറ്റുകളുള്ള സ്റ്റാർബക്സിൻ്റെ ഉടമസ്ഥനാണ് ഹൊവാർഡ് ഷൂൾസ്. ജാക്ക് മാ, അലിബാബയുടെ സ്ഥാപകൻ. അലിബാബയുടെ സ്ഥാപകനായ ജാക്ക് മായുടെ തുടക്കം ഞെട്ടിക്കുന്നതാണ്. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. കണക്കിൽ തീരെ മോശമായിരുന്നു. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ 3 തവണ തോറ്റു. ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ചേരാൻ ശ്രമിച്ചപ്പോൾ 10 തവണ നിരാകരിച്ചു. KFCയിൽ ജോലിക്കായി അപേക്ഷിച്ചപ്പോൾ 24 പേരിൽ 23 പേരെയും തിരഞ്ഞെടുത്തു. ഇദ്ദേഹത്തെ മാത്രം ഒഴിവാക്കി. എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്കൊന്നും കഴിയില്ല എന്ന്. എന്നാൽ ഡേവിഡ് ജെ ഷോർട്സ് പറയുന്നത് പോലെ, ലോകം നിങ്ങളെ തടയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വേഗത്തിൽ ഓടണം. ജാക്ക് മാ വലുതായി ചിന്തിച്ചു. അദ്ദേഹം തൻ്റെ കമ്പനി തുടങ്ങി, അലിബാബ. ഇന്ന് അലിബാബ ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനികളിൽ ഒന്നാണ്. ചായ വിറ്റുകൊണ്ടിരുന്ന ഒരാൾ ലോകത്തിലെ ഏറ്റവും ധനികരിൽ ഒരാളായി മാറി. ഈ കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലിയ ചിന്തയും ഉടൻ പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും നേടാൻ കഴിയും. വലുതായി വിശ്വസിക്കുക, അപ്പോൾ നിങ്ങൾ വലുതായി നേടും. വിജയത്തിലേക്കുള്ള 3 പ്രധാന കാര്യങ്ങൾ. 1. വലുതായി ചിന്തിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതാക്കരുത്. 2. വിശ്വസിക്കുക,
നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. 3. ഉടൻ പ്രവർത്തിക്കുക. ഇന്നു തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആദ്യ ചുവട് വെക്കുക. കാത്തിരിക്കുന്നവരുടെ ജീവിതം കാത്തിരിപ്പിൽ തന്നെ ഒടുങ്ങും. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ വലുതാക്കാൻ തയ്യാറാണോ? അസാധ്യമായതിനെ സാധ്യമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇന്നു തന്നെ ഒരു വലിയ സ്വപ്നം തീരുമാനിക്കുക. ഒരു സ്കില്ല് പഠിക്കാനുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങുക. ബിസിനസ് ആശയമുണ്ടെങ്കിൽ ഇന്നു തന്നെ പ്ലാൻ ചെയ്യുക. ഓർക്കുക, വലിയ ചിന്താഗതിയുള്ളവരുടെ ലോകവും വലുതായിരിക്കും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ, നിങ്ങൾക്കിഷ്ടമായെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ വലുതായി ചിന്തിക്കും, വലുതായി മാറുമെന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു ചെറിയ ചിന്തയ്ക്ക് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിനിറിക്കാൻ സാധിക്കും. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.